വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് വിമൽ കല്ലാത്ത് ഫ്രം മോട്ടോ ഹൗസ്. നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം, ഹെൽമെറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ക്ലീൻ ചെയ്യും എന്നൊരു കൺഫ്യൂഷൻസ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഹെൽമെറ്റ് പർച്ചേസ് ചെയ്ത് നമ്മൾ വണ്ടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമല്ല. ഹെൽമെറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഒരു ഹാക്സും ചിലർക്കൊക്കെ അറിയാം, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. കുറേ നമുക്ക് ക്ലീൻ ചെയ്യാനും അതിൻ്റെ വൈസർ ക്ലീനിങ്ങും അല്ലെങ്കിൽ അതിൻ്റെ കുഷ്യൻസ് ക്ലീൻ ചെയ്യാനും എല്ലാം നമുക്ക് പറ്റും. അതിനുള്ള പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിളും ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് നമുക്ക് പരിചയപ്പെടാം. ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഹെൽമെറ്റ്സിൽ ഇതുപോലെ വൈറ്റ് കണ്ടൻറ്റ് അല്ലെങ്കിൽ കൂടുതൽ വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റായിട്ട് കളേഴ്സിൽ വരുമ്പോൾ നമ്മളിപ്പോൾ കൈ പിടിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് എവിടെയെങ്കിലും വെക്കുമ്പോഴേക്കാണെങ്കിലും ഇതുപോലത്തെ കറുത്ത പാടും പിന്നെ ജസ്റ്റ് അഴുക്കുമൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത് ക്ലീൻ ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ നോർമലി വാഷ് ചെയ്താൽ അത്രയ്ക്ക് ക്ലീൻ ആവില്ല. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് റബ്ബിംഗ് കോമ്പൗണ്ട് എന്ന് പറയും. ഇത് അതിനുവേണ്ടി മാത്രമുള്ള പ്രൊഡക്റ്റ് അല്ല, ഇത് വണ്ടിയിൽ നമുക്ക് യൂസ് ചെയ്യാം. വണ്ടിയുടെ പെയിൻറ്റഡ് പാർട്സിൽ വണ്ടി പോളിഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് റബ്ബിംഗ് കോമ്പൗണ്ട് എന്നുണ്ട്. അത് ഈ ബ്രാൻഡ് തന്നെ വേണമെന്നില്ല, നമുക്ക് ഏത് ബ്രാൻഡിൻ്റെയും റബ്ബിംഗ് കോമ്പൗണ്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് നമ്മൾ എടുക്കുക. ചെറുതായിട്ടൊന്ന് അവിടെ അപ്ലൈ ചെയ്യാം. നമ്മൾ ഈ അഴുക്കുള്ള പാർട്സിൽ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട്, മൈക്രോ ഫൈബർ ക്ലോത്ത് തന്നെ വേണമെന്നില്ല, ഒരു കോട്ടൺ ക്ലോത്ത് ആയാലും മതി. കോട്ടൺ ക്ലോത്ത് അല്ലെങ്കിൽ വേസ്റ്റ് ക്ലോത്ത് ഇട്ടിട്ടാണെങ്കിലും ഒരു വൈറ്റ് കളറുള്ള വേസ്റ്റ് ക്ലോത്ത് ഇട്ടാലും കുഴപ്പമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് അമർത്തി റബ്ബ് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ അഴുക്ക് മുഴുവൻ ക്ലിയർ ആയിട്ട് ഒരു ഷൈനിങ് എഫക്റ്റ് വന്നിട്ടുണ്ട്. ഫുൾ അഴുക്കും ക്ലിയറായി ഒരു ഷൈനിങ് ഫീൽ വന്നിട്ടുണ്ട് സംഭവത്തിൽ ഹെൽമെറ്റിൽ. ഇവിടെ നിങ്ങൾ നേരത്തെ നോക്കിയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മറിച്ച് നമുക്കൊരു ബ്ലാക്ക് ഷെയ്ഡും അഴുക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം നേരത്തെ ഉണ്ടായിരുന്നല്ലോ, ഒരു ഹെൽമെറ്റ് നമ്മൾ പർച്ചേസ് ചെയ്താലും നമുക്ക് ഹെൽമെറ്റ് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും, വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അഴുക്കായാലോ അല്ലെങ്കിൽ ഓയിൽ ടച്ച് ആയാലോ എന്തായാലും നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും നമുക്ക് പ്രൊഡക്റ്റ്. ഇത് നമ്മൾ വാഷ് ചെയ്താലോ ഷാമ്പു വാഷ് ചെയ്താലോ ഇത്രയും ക്ലിയർ ആവണമെന്നില്ല. അപ്പോൾ ഇതാകുമ്പോൾ ഇത്രയും കൂടെ ആ ഒരു ഫിനിഷിങ് ഇത്രയും കൂടെ ബെറ്റർ ആയിട്ട് കിട്ടും ഈ റബ്ബിംഗ് കോമ്പൗണ്ട് ക്ലീൻ ചെയ്യാൻ നേരത്ത്. അതുപോലെ തന്നെ നമുക്ക് വേറെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് ഫോം ക്ലീനിങ്. നമ്മൾ ഹെൽമെറ്റ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ പറയാം, നമ്മൾ കുറേ നാൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഫോമുകൾ നല്ലോണം സ്വെറ്റാവുക, അഴുക്കാവുക, പിന്നെ നമുക്ക് സ്വെറ്റിൻ്റെ സ്മെല്ലുണ്ടാവുക, അങ്ങനെ കുറേ ഇഷ്യൂസ് വരാറുണ്ട് ഹെൽമെറ്റ്സിൽ. അതുപോലെ നമുക്ക് വിസ്ത എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഹെൽമെറ്റ് ക്ലീൻ ഇൻറ്റീരിയർ ക്ലീനർ എന്ന് പറയുന്ന ക്ലീനർ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് 170 റുപ്പീസാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 125 ml ഉണ്ടാവും നമുക്ക്. ഇതിൽ ഇവർ പറയുന്നത് 99% ബാക്ടീരിയസ് കില്ല് ചെയ്യുന്നതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഹെൽമെറ്റിൻ്റെ ഫോമിലുള്ള നമ്മളിപ്പോൾ കുറേ ആൾ വേർത്ത് യൂസ് ചെയ്യുമ്പോഴൊക്കെയാണെങ്കിൽ സ്മെല്ലും ഉണ്ടാവും, പിന്നെ ബാക്ടീരിയസ് വരും. 99% ബാക്ടീരിയ കില്ല് ചെയ്യുന്നതാണ് പറയുന്നത്. ജസ്റ്റ് ബോട്ടിൽ നമ്മൾ നല്ലോണം ഷേക്ക് ചെയ്യുക, ടോപ്പൺ ചെയ്ത് ഈ സ്പേസിലേക്ക് നമ്മുടെ ഫോമിലേക്ക് നല്ലോണം സ്പ്രേ ചെയ്യുക. എന്നുവെച്ചാൽ ഉള്ളിലും ഫുള്ളായിട്ട് നമ്മൾ ഫോം ആക്കുക, ഉള്ളിലത്തെ സ്പേസിൽ നല്ലോണം ഫോം ആക്കുക. എന്നിട്ട് അവർ പറയുന്നത് ഫ്യൂ മിനിറ്റ്സ് നമ്മളൊരു 2-3 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ജസ്റ്റ് ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ബാഡ് സ്മെൽസും കാര്യങ്ങളൊക്കെ മാറിയിട്ട് പിന്നെ നല്ല ഫ്രാഗ്രൻസ് സ്മെല്ല് വരും. ഇതാണെങ്കിൽ ഒത്തിരി ഫ്രാഗ്രൻസ് സ്മെല്ലുള്ള ടൈപ്പ് ഫോമാണത്. 3 to 5 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുക. ഫോം ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഫുള്ള് നമുക്ക് ആദ്യം ഒരു ഫുള്ള് നനവുണ്ടാവും. എന്നുവെച്ചാൽ ആ ഫോം അതിനുള്ള ആ ലിക്വിഡ് ആ ഒരു സ്പ്രേയുടെ ഫോം ഇറങ്ങിയിട്ടുള്ള ഒരു നനവായിരിക്കും. ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുക. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേന്ന് വെച്ചാൽ ഒന്നും കൂടെ ഫോമൊക്കെ ഒന്നും കൂടെ ക്ലീൻ ആവും, ഫുൾ ക്ലീൻ ആവും. പിന്നെ അതിനുള്ള ഈ ബാഡ് സ്മെൽസും കാര്യങ്ങളൊക്കെ മാറി കിട്ടും. പിന്നെ ബാക്ടീരിയാസ് എല്ലാം ഫുള്ള് ക്ലിയർ ആവുന്നുണ്ട്. ഡ്രൈ ആവാനുള്ള ടൈം കൊടുക്കും. നമ്മൾ ഈ അടുത്ത പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഡ്രൈ ആവാനുള്ള ടൈം കൊടുക്കും. അത് വെയിലത്തൊന്നും വെക്കണമെന്നില്ല, അല്ലാണ്ടാണെങ്കിലും ജസ്റ്റ് ഒരു ഹാഫ് അവർ അല്ലെങ്കിൽ 20 മിനിറ്റ്സ് നമ്മൾ ജസ്റ്റ് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ തന്നെ ഡ്രൈ ആയിക്കോളും. ജസ്റ്റ് ഫോം ജസ്റ്റ് ഒന്ന് നനവുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ ഇത് വൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അത് നമ്മൾ നോർമലി ഒരു 20 മിനിറ്റ്സ് to ഹാഫ് അവർ നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഡ്രൈ ആയിക്കോളും. വെയിലത്തൊന്നും വെക്കണമെന്നില്ല, അല്ല നോർമലി നമ്മൾ വെച്ചാലും മതി, ഡ്രൈ ആയിക്കോളും പ്രൊഡക്റ്റ്. ഇത് നമ്മൾ മന്ത്ലി വൺസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ക്ലീൻ ആയിരിക്കും. ഹെൽമെറ്റ് ഫുൾ ടൈം ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ മെയിൻ്റെനൻസ് നമ്മൾ എപ്പോഴും പിന്നെ ഫോം ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല എപ്പോഴും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കുറേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫോം ഫുള്ള് ഡാമേജ് ആയിട്ടുണ്ടാവും, പിന്നെ നമ്മൾ ഫോം മാറ്റിയിടണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഹെൽമെറ്റ് എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ ചെയ്യും.